കാഴ്ചക്കാരെ വിസ്മയിപ്പിച്ച കടലിൽ അഭ്യാസ പ്രകടനങ്ങളുമായി തീരസംരക്ഷണ സേന. കോസ്റ്റ് ഗാർഡിന്റെ 48ാം റേസിംഗ് ഡേയോടനുബന്ധിച്ചായിരുന്നു ഫോർട്ട് കൊച്ചിയിലെ സേനാ ആസ്ഥാനത്തിന് സമീപം കടലിൽ അഭ്യാസ പ്രകടനങ്ങൾ അരങ്ങേറിയത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യാതിഥിയായിരുന്നു. ഉൾക്കടലിലെത്തിയ കപ്പലിൽ നിന്ന് തുരുതുരാ വെടിവെപ്പ്. ബന്ദികളാക്കപ്പെട്ടവർ അതിവേഗം എയർലിഫ്റ്റ് ചെയ്യപ്പെടുന്നു. അവർക്കാവശ്യമായ ഭക്ഷണം എത്തിച്ചു നൽകുന്നു. കപ്പലിൽ കയറിയ കടൽ കൊള്ളക്കാരെ അതിവേഗം കീഴടക്കുന്ന ദൃശ്യങ്ങൾ പുനഃസൃഷ്ടിക്കുകയായിരുന്നു തീരസംരക്ഷണ സേന. കോസ്റ്റ് ഗാർഡിൻ്റെ 48ാം റേസിംഗ് ഡേയോടനുബന്ധിച്ചായിരുന്നു കടൽ കൊള്ളക്കാരെ അതിവേഗം പിടികൂടുന്നതും കടലിലെ രക്ഷാപ്രവർത്തനങ്ങളും ഉൾപ്പെടെ അഭ്യാസ പ്രകടനങ്ങൾ സേന അവതരിപ്പിച്ചത്. കോസ്റ്റ് ഗാർഡ് കപ്പലുകളായ ICGS സമർത്ഥ്, സാരഥി, സക്ഷം, അർണവേഷ്, അഭിനവ് എന്നിവ അഭ്യാസ പ്രകടനത്തിൽ പങ്കാളികളായി. കൂടാതെ 2 ഇൻ്റർസെപ്റ്റർ ബോട്ടുകളും 2 അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററുകളും 2 ഡോണിയർ വിമാനങ്ങളും ദൗത്യത്തിൻ്റെ ഭാഗമായി. ഫോർട്ട് കൊച്ചിയിലെ കോസ്റ്റ് ഗാർഡ് ആസ്ഥാനത്തിന് സമീപം ഉൾക്കടലിൽ നടന്ന അഭ്യാസ പ്രകടനങ്ങൾ കാണാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും എത്തിയിരുന്നു. കേരളത്തിൻ്റെയും മാഹിയുടെയും കോസ്റ്റ് ഗാർഡ് കമാൻഡറായ DIG N രവി ഗവർണറെ സ്വീകരിച്ചു. ICGS സമർസ് യുദ്ധക്കപ്പലിൽ കയറി ഗവർണറെ സേന ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് വരവേറ്റത്. 2023 തീരസംരക്ഷണ സേന 193 പേരുടെ ജീവനാണ് രക്ഷപ്പെടുത്തിയതെന്ന് ഗവർണർ പറഞ്ഞു. It again makes us feel proud. It enhances our self-confidence in our ability, not only in our force, but also the capability to produce the equipment which they use or they need. തീരസംരക്ഷണ സേന രൂപം കൊണ്ട ശേഷം 11,554 പേരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. ഇന്ന് തീരസംരക്ഷണ സേനയ്ക്ക് 189 കപ്പലുകളും 77 വിമാനങ്ങളുമുണ്ട്. സുരക്ഷയ്ക്ക് പുറമെ സമുദ്ര മലിനീകരണം തടയുന്നതിനും സേന പ്രാധാന്യം നൽകുന്നുമുണ്ട്. കപ്പലുകളിലെ എണ്ണ കലരുന്നത് മൂലം സമുദ്രത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സേന സജ്ജമാണെന്നും ഗവർണർ പറഞ്ഞു. കൈരളി ന്യൂസ്, കൊച്ചി.